പ്രിയമുള്ളവരെ, മറ്റൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുകയാണ്. അടുത്ത 5 വർഷക്കാലം താഴിക്കോട് പഞ്ചായത്ത് ആര് ഭരിക്കണം എന്നുള്ള ഒരു തീരുമാനം കൂടിയാണ് ഈ പഞ്ചായത്തിൽ നാം എടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്ത് രാജ് സംവിധാനം വന്നതിന് ശേഷം 30 വർഷക്കാലത്തിൽ 20 വർഷവും ഇവിടെ ഭരണം നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. 10 വർഷമാണ് UDF ഈ താഴിക്കോട് പഞ്ചായത്തിൽ ഭരിച്ചിട്ടുള്ളത്. ഈ 20 വർഷക്കാലവും 10 വർഷവും തമ്മിൽ താരതമ്യം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു സുവർണ അവസരമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ കാർഷിക മേഖലയിൽ കഴിഞ്ഞ 5 വർഷം തികഞ്ഞ പരാജയമാണ് സമ്മാനിച്ചിട്ടുള്ളത്. താഴിക്കോട് പുതിയ കൃഷിഭവൻ കെട്ടിടം കഴിഞ്ഞ UDFന്റെ പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിക്കുകയുണ്ടായി. അന്നൊരുപാട് കാഴ്ചപ്പാട് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ആ ലക്ഷ്യത്തിലേക്കൊന്നും ഈ ഭരണസമിതിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. മൃഗാശുപത്രി നമ്മൾ പുതുതായിട്ട് നിർമ്മിച്ചതാണ്. ആ മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട്, മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുതിയ പദ്ധതികളോ കാഴ്ചപ്പാടുകളോ ഒന്നും സമ്മാനിക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കായിട്ടില്ല. അതേപോലെ തന്നെ ഗതാഗത മേഖല പൊട്ടിപ്പൊളിഞ്ഞ് തകരാറായി കിടക്കുകയാണ്. എല്ലാ റോഡുകളും കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് 10 വർഷം UDF ഇവിടെ ഭരിച്ച സമയത്ത് എല്ലാ റോഡുകളും ടാർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടോ ഗതാഗത യോഗ്യമാക്കിയിട്ടാണ് നമ്മൾ ഭരണരംഗത്ത് നിന്ന് മാറിയുന്നത്. പക്ഷേ പിന്നീടുള്ള 5 വർഷക്കാലം തീർച്ചയായിട്ടും അവർക്ക് ആ റോഡുകൾ ഒന്ന് പുനരുദ്ധരിക്കാനോ അല്ലെങ്കിൽ പുതിയ റോഡുകൾ കൊണ്ടുവരാനോ തീർച്ചയായിട്ടും സാധിച്ചിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണെന്ന് ആളുകൾക്കൊന്നും സഞ്ചരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ദുർഘടമായ പാതയിലൂടെയാണ് ഇന്ന് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. UDFന്റെ ഭരണകാലത്ത് 80ഓളം കുടിവെള്ള പദ്ധതികളോട് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒരൊറ്റ കുടിവെള്ള പദ്ധതിയും താഴിക്കോട് പഞ്ചായത്തിന് ഈ ഭരണസമിതി സമ്മാനിച്ചിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കാര്യങ്ങളാണ് നാം ചെയ്തിട്ടുണ്ടായിരുന്നത്. വിജയരഥം പദ്ധതി, IAS കോച്ചിങ് കൊടുത്തുകൊണ്ട് കുട്ടികളെ പ്രാപ്തമാക്കി. ഇന്ന് ആ കുട്ടികളൊക്കെ പലരും പല ജോലികളിലും പ്രവേശിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് നടപ്പിലാക്കിയ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു പരിപാടിയായിരുന്നു ജാലകം. ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ച് വീട്ടമ്മമാരായിട്ടുള്ള സഹോദരിമാർക്കൊക്കെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ വേണ്ടി തുല്യതാ പരീക്ഷയുടെ ഭാഗമായി 600ഓളം ആളുകളെ പരീക്ഷ എഴുതിപ്പിച്ചതിൽ 585 ആളുകളും വിജയിച്ച ഒരു ചരിത്രം താഴിക്കോട് പഞ്ചായത്തിന് മാത്രമുള്ളതായിരുന്നു. UDFന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ നേട്ടമായിട്ട് നമ്മൾ ആ ഒരു പ്രൊജക്ടിനെ കാണുകയാണ്. SC വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂൾ പഠനത്തിന് മുമ്പ് അവർക്ക് പ്രത്യേക കോച്ചിങ് നൽകുന്നതിന് വേണ്ടി നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു വിദ്യാദീപം. അത്തരത്തിലുള്ള ഒരുപാട് വിദ്യാഭ്യാസ പ്രൊജക്ടുകൾ UDFന്റെ ഭരണകാലത്ത് ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഇതൊന്നും ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയില്ല എന്നുള്ളത് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ധാരാളം ആളുകൾ, 1000-ലധികം ആളുകൾ താഴിക്കോട് പഞ്ചായത്തിൽ ഇപ്പോഴും വീട് കിട്ടാതെ നിൽക്കുകയാണ്. വീട് നൽകിയ ആളുകൾക്ക് തന്നെ മുഴുവൻ പണവും നൽകാതെ അടുത്ത ഭരണസമിതിയുടെ തലയിൽ കെട്ടിവെക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് ഭവന പദ്ധതി അവർ നടപ്പിലാക്കിയിട്ടുള്ളത്. സ്ത്രീകൾക്കായി പ്രത്യേക സംവിധാനങ്ങളൊന്നും കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. സ്വയം സംരംഭകത്വം, അതുവഴി അവർക്കൊരു ജോലി എന്നുള്ളതൊക്കെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. യുവാക്കൾക്ക് അവരുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക പ്രൊജക്ടുകളൊന്നും കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ കണ്ടിട്ടില്ല. വൃദ്ധരായിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അവർക്കൊന്ന് വിനോദത്തിനോ അവർക്കൊന്ന് മറ്റുള്ള സൗകര്യങ്ങൾ അവരുടെ ഈ പ്രായത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കണ്ടതാണ്. അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് നമ്മൾ MLA അലി സാഹിബിന്റെ ഫണ്ട് കൊണ്ട് തുടങ്ങി വെച്ച ഒരു കെട്ടിടം, അതിന് തുടർച്ച എന്നുള്ള നിലക്കുള്ള പരിപാടികളൊന്നും നമുക്ക് നടപ്പിലാക്കാനോ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളൊന്നും അവിടെ നിന്ന് ലഭ്യമാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനോ സാധ്യമായിട്ടില്ല എന്നുള്ളതും ഖേദകരമായിട്ടുള്ള കാര്യമാണ്. 1 വർഷക്കാലത്തേക്ക് ഇതൊക്കെ മാറ്റി തിരുത്തി നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ തെരഞ്ഞെടുക്കണമെന്ന ദൃഢനിശ്ചയം നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ വോട്ട് നൽകി വിജയിപ്പിച്ചുകൊണ്ട് താഴിക്കോട് പഞ്ചായത്ത് ഭരണസമിതി UDFന് തിരികെ നൽകാൻ നിങ്ങൾ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.